എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ നമുക്ക് സ്വന്തമായിട്ട് ഒരു ഹോം മെയ്ഡ് ബ്ലൂടൂത്ത് സ്പീക്കർ എങ്ങനെ നിർമ്മിക്കാം എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഒരു ഹോം തിയേറ്ററിൻ്റെ സെൻട്രൽ സ്പീക്കറാണ്. ഈ സെൻട്രൽ സ്പീക്കർ എടുക്കാനുള്ളൊരു കാരണം ഇതിൽ 2 സ്പീക്കർ വരുന്നുണ്ട്. 10 വാട്ട്സിൻ്റെ 2 സ്പീക്കറാണ് ഇതിൽ വരുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു സ്പീക്കർ സെലക്ട് ചെയ്യാനുള്ളത്. ഇത്തരത്തിലുള്ള സ്പീക്കറുകൾ ഒട്ടുമിക്ക ആളുകളുടെ കയ്യിലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇനി ഇത്തരത്തിലുള്ള സ്പീക്കറുകൾ ഇല്ല എങ്കിൽ നമ്മുടെ അടുത്തുള്ള സ്ക്രാപ്പ് കടയിൽ പോയാൽ ഇഷ്ടംപോലെ സ്പീക്കേഴ്സ് നമുക്ക് കിട്ടും. അവിടെ നിന്ന് ഇഷ്ടമുള്ള തിരഞ്ഞെടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ബാറ്ററിയാണ്. ഈ ബാറ്ററി നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാവും, ഉപേക്ഷിക്കപ്പെട്ട ടാബുകളൊക്കെ ഉണ്ടാവും. ടാബുകളിൽ നിന്ന് എടുത്താൽ മതി. അതല്ലെങ്കിൽ നമ്മുടെ പഴയ മൊബൈൽ ബാറ്ററികളോ, ഇനി അതും കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, തൊട്ടടുത്തുള്ള മൊബൈൽ ഷോപ്പിലൊക്കെ പോയാൽ ഇഷ്ടംപോലെ റീപ്ലേസ് ചെയ്ത ഇഷ്ടംപോലെ ബാറ്ററികളുണ്ടാവും. നല്ലതൊരെണ്ണം തിരഞ്ഞെടുത്ത് അത് ഉപയോഗിച്ചാലും മതി. ഇനി നമുക്ക് വേണ്ടത് ഒരു ആംപ്ലിഫയർ മൊഡ്യൂളാണ്. PAM8403 എന്ന നമ്പറിലുള്ള ഒരു മൊഡ്യൂളാണ് ഞാനിവിടെ പർച്ചേസ് ചെയ്തത്. ഒട്ടനവധി മൊഡ്യൂളുകൾ നമുക്ക് ഓൺലൈൻ സൈറ്റുകളിൽ നിന്ന് വാങ്ങാൻ കിട്ടും. ഞാൻ സെലക്ട് ചെയ്തത് ഈ ഒരു ആംപ്ലിഫയർ മൊഡ്യൂളാണ്. അതുപോലെ ഒരു ബ്ലൂടൂത്ത് മൊഡ്യൂളും നമ്മുടെ ഈ വർക്കിന് ആവശ്യമുണ്ട്. അതും ഞാൻ ഇതിൽ കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് രണ്ടും ഞാൻ നമ്മുടെ നാട്ടിലുള്ള ഇലക്ട്രോണിക് ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത്. ഏകദേശം 60, 70, 80 രൂപേൻ്റെ ഉള്ളിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയുന്ന മൊഡ്യൂളുകളാണ് ഇതെല്ലാം. പിന്നെ നമുക്ക് വേണ്ട ഒരു 3.7 വോൾട്ടിൻ്റെ ഒരു ചാർജിങ് മൊഡ്യൂളാണ്. നമ്മുടെ കയ്യിലുള്ള ബാറ്ററി 3.7 വോൾട്ട് ആയതുകൊണ്ട് തന്നെ ഒരു 3.7 വോൾട്ടിൻ്റെ ചാർജിങ് മൊഡ്യൂളാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഇതും നമ്മുടെ നാട്ടിലുള്ള ഷോപ്പിൽ നിന്ന് തന്നെയാണ് പർച്ചേസ് ചെയ്തത്. നെക്സ്റ്റ് ഇതെങ്ങനെയാണ് നമുക്ക് കണക്ട് ചെയ്യാം എന്നുള്ളതാണ്. ആദ്യം ആംപ്ലിഫയർ ബോർഡ് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം. ഫസ്റ്റ് നമ്മൾ കാണുന്നത് ഇതിൻ്റെ സപ്ലൈ ടെർമിനലാണ്. 5 വോൾട്ട് സപ്ലൈ ആണ് ഈ ഒരു ആംപ്ലിഫയർ ബോർഡിന് ആവശ്യമായത്. അതിൻ്റെ പ്ലസ് മൈനസ് 2 പോർട്ടും അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ബാറ്ററിയുടെ പ്ലസും നെഗറ്റീവും കണക്ട് ചെയ്യാം. റൈറ്റ് സൈഡിലുള്ളത് ഇൻപുട്ട് ടെർമിനലാണ്. റൈറ്റ്, ഗ്രൗണ്ട്, ലെഫ്റ്റ്, ഈ 3 ടെർമിനലാണ് നമുക്ക് ഇൻപുട്ട് കൊടുക്കേണ്ടത്. ഇതിൻ്റെ സപ്ലൈ ടെർമിനലിൽ ഞാനൊരു കപ്പാസിറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ 3.7 വോൾട്ടിൻ്റെ ഒരു ബാറ്ററിയാണ് ഉള്ളത്. അതുകൊണ്ട് ഇതിലേക്ക് 5 വോൾട്ടിൻ്റെ ആവശ്യമാണ്. ഈ ബോർഡിന് 5 വോൾട്ടാണ് ആവശ്യമുള്ളത്. അപ്പം അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു 25 വോൾട്ടിൻ്റെ 1000 മൈക്രോഫാഡ് വരുന്ന ഒരു കപ്പാസിറ്റർ ഞാൻ കണക്ട് ചെയ്തത്. ആംപ്ലിഫയർ മൊഡ്യൂളിലേക്ക് നമ്മൾ ഇൻപുട്ടായി കൊടുക്കുന്നത് ഒരു ബ്ലൂടൂത്ത് മൊഡ്യൂളാണ്. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ആംപ്ലിഫയറിലേക്ക് ഇൻപുട്ട് കൊടുക്കുന്ന ടെർമിനലായ റൈറ്റ്, ഗ്രൗണ്ട്, ലെഫ്റ്റും, അതുപോലെ ലെഫ്റ്റ് സൈഡിൽ ഇതിൻ്റെ DC സപ്ലൈയുമാണ് ഉള്ളത്. ഓൾറെഡി ഞാൻ ബോർഡുകൾ തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് കണക്ഷൻ എന്നുള്ളത് സിമ്പിളായിട്ടൊന്ന് പറയാം. നമ്മുടെ ആംപ്ലിഫയറിലേക്ക് ഇൻപുട്ട് കൊടുക്കേണ്ടത് ബ്ലൂടൂത്താണ്. ഈ ബ്ലൂടൂത്ത് മൊഡ്യൂളിന് കറക്റ്റായിട്ട് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും റൈറ്റ്, ലെഫ്റ്റ്, ഗ്രൗണ്ട്. ഈ റൈറ്റ്, ലെഫ്റ്റ്, ഗ്രൗണ്ട് നടക്കുന്ന അതേ വയർ തന്നെയാണ് നമ്മുടെ ആംപ്ലിഫയർ മൊഡ്യൂളിലും കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ആ ആംപ്ലിഫയർ മൊഡ്യൂളിലും ലെഫ്റ്റ്, റൈറ്റ്, ഗ്രൗണ്ട് അതെങ്ങനെയാണോ നിങ്ങൾ നോക്കുക, അതിന് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നമ്മൾ ബ്ലൂടൂത്ത് മൊഡ്യൂളിൽ കൊടുത്ത അതേ വയറുകൾ അതേ ഡയറക്ഷനിൽ തന്നെ എന്താണ് നമ്മൾ ആംപ്ലിഫയർ മൊഡ്യൂളിലും റൈറ്റ്, ഗ്രൗണ്ട്, ലെഫ്റ്റ് നോക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കണക്ഷൻ കഴിഞ്ഞ് സിമ്പിളായിട്ടുള്ള വർക്കാണ്. നെക്സ്റ്റ് നമുക്ക് കണക്ട് ചെയ്യാനുള്ളത് ഈ ആംപ്ലിഫയർ ബോർഡിലേക്ക് സ്പീക്കേഴ്സുകളാണ്. ഇതിൽ 2 ഔട്ട്പുട്ടാണ് വരുന്നത്, 2 ചാനൽ ഔട്ട്പുട്ടാണ് വരുന്നത്. അത് കറക്റ്റ് അവിടെ പ്ലസും മൈനസും മാർക്ക് ചെയ്തിട്ടുണ്ട്. 2 സ്പീക്കറുകളും ആ 2 പോർട്ടിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്പീക്കറുകളുടെ കണക്ഷൻ കഴിയും. അടുത്തത് നമ്മൾ കണക്ട് ചെയ്ത് വെച്ച ആംപ്ലിഫയർ മൊഡ്യൂളും ബ്ലൂടൂത്ത് മൊഡ്യൂളും ഡബിൾ സൈഡ് സ്റ്റിക്കർ ഉപയോഗിച്ച് നമ്മുടെ ബോക്സിൻ്റെ ഉള്ളിൽ ഫിക്സ് ചെയ്യുകയാണ്. അതിനുശേഷം നമ്മുടെ കയ്യിലുള്ള 3.7 വോൾട്ട് പവർ സപ്ലൈ മൊഡ്യൂളാണ് ഇനി ഫിക്സ് ചെയ്യാനുള്ളത്. അതും ഡബിൾ സൈഡ് സ്റ്റിക്കർ ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ അവിടെ ഫിക്സ് ചെയ്തത്. ഒരു തെർമോക്കോളിൻ്റെ ചെറിയൊരു പീസും ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ചാർജ് മൊഡ്യൂളിൽ ബാറ്ററിയിലേക്കുള്ള ഇൻപുട്ട് ടെർമിനലും അതുപോലെ ബാറ്ററിയുടെ ഔട്ട്പുട്ട് ടെർമിനലും ഇതിൽ പ്രത്യേകം മാർക്ക് ചെയ്തിട്ടുണ്ട്. മാർക്ക് ചെയ്ത് നോക്കി പ്രോപ്പറായിട്ട് കണക്ട് ചെയ്യുക. ഇതിൻ്റെ പവർ ഓൺ ഓഫ് കൺട്രോൾ സ്വിച്ച് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ ഒഴിവാക്കിയ ഒരു പഴയ ടോർച്ചിൽ നിന്നും എടുത്തതാണ്.
ഇനി നമുക്കൊന്ന് ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു മൊബൈലിൽ കണക്ട് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അത് നമ്മൾ പവർ ഓൺ ചെയ്യാണ്. ബ്ലൂടൂത്ത് ആയിട്ട് ഇതൊന്ന് കണക്ട് ചെയ്യണം. ഇപ്പോൾ കണക്ട് ആയിട്ടുണ്ട്. നമുക്ക് ഇതിലൊന്ന് ഒരു മ്യൂസിക് പ്ലേ ചെയ്ത് നോക്കാം. നിന്നിട്ടും നമ്മുടെ ഗ്ലാസ് കത്തുന്നില്ല, വെള്ളം നല്ല രീതിക്ക് ചൂടാവുന്നുണ്ട്, അതുപോലെ തന്നെ നീരാവി വരുന്നുണ്ട്, മുട്ട പുഴുങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മളുടെ വെള്ളം മാറ്റിയാണ് നമ്മൾ ഇനി മുട്ട. നല്ല ക്വാളിറ്റി സൗണ്ട് തന്നെയാണ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് ലഭിക്കുന്നത്. ഇതുപോലത്തെ ഡിവൈസുകൾ നിങ്ങളും നിർമ്മിച്ച് നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്കും പറ്റുന്നതാണ്. ഇതെല്ലാം നമ്മുടെ മാർക്കറ്റിൽ ലഭ്യമായ സാധനങ്ങൾ തന്നെയാണ്. അപ്പം തൽക്കാലം ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് ഗുഡ് ബൈ.